12ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് ചേക്കേറിയ ജൂത സമുദായത്തിൻ്റെ ഒരിക്കലും അസ്തമിക്കാൻ സാധ്യതയില്ലാത്ത ഓർമ്മകളുള്ള കൊച്ചിയിലെ ജൂത തെരുവാണിത്. ഒരു ജനത അവരുടെ സ്വദേശ സംസ്കാരം വരും തലമുറകൾക്ക് അറിവും അനുഭവവുമായി സൂക്ഷിക്കുന്ന ചില്ലടമാരെയാണ് ഈ ജൂതത്തെരുവ് എന്ന് പറയാം. ഇടുങ്ങിയ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ കാണുന്ന ഇരുവശങ്ങളിലുള്ള പുരാതന കെട്ടിടങ്ങൾ ജൂതന്മാരുടെ സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും കഥകൾ പറയുന്നുണ്ട്. കലയും സംഗീതവും സാഹിത്യവും ഇഴപിരിഞ്ഞ തെരുവോര കാഴ്ചകൾ ജൂത സംസ്കാരത്തിൻ്റെ സന്തോഷവും സമാധാനവും എടുത്തു പറയുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശുദ്ധമായ പാരമ്പര്യങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന കരകൗശല കച്ചവടം ഈ തെരുവിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഭാഷയും ഭക്ഷണവും മലയാളിയും ജൂതനും ഒരുപോലെ പരസ്പരം അംഗീകരിച്ച് സ്നേഹത്തിന് മുൻപിൽ അടിയറ വെച്ചിരുന്നു എന്നതിന് ഉത്തമ തെളിവാണ് ജൂതത്തെരുവിലെ പരമ്പരാഗതമായ സുഗന്ധവ്യഞ്ജന കച്ചവടവും ചൂണ്ടുപലകകളിലെ എഴുത്തുകളും. ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ ആത്മാവാണ് ആരാധനാലയം എന്ന ഓർമ്മപ്പെടുത്തൽ എന്നോണമാണ് വീഥിയുടെ അവസാനം സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത്. സംസ്കാരത്തിനും നമസ്കാരങ്ങൾക്കും അപ്പുറം അത്ഭുതകരമായ വർണ്ണശബളമായ കാഴ്ചകളാണ് സ്വദേശികളെയും വിദേശികളെയും ഒരുപോലെ ഈ ജൂതത്തെരുവിലേക്ക് ആകർഷിക്കുന്നത്. ബഹുഭൂരിപക്ഷം ജൂതരും സ്വദേശത്തേക്ക് തിരിച്ചുപോയെങ്കിലും ഓരോ ജൂതനും മലയാളിക്കും ഇന്നും ഈ ജൂതത്തെരുവ്